മരുഭൂമിയിൽ ഒരു കുഴി കുടിക്കും. ആ കുഴിയുടെ മുകളിൽ ഈത്തപ്പന മരത്തിന്റെ തണ്ടുകൾ നിരത്തും. അതിന്റെ മുകളിലേക്ക് തന്റെ ഗർഭിണിയായ ഭാര്യ ഇരുത്തും. ആ കുഴിയുടെ താഴ്ഭാഗത്ത് പിതാവാകാൻ പോകുന്ന ഭർത്താവ് രണ്ട് കൈയും നീട്ടി ഇങ്ങനെ ഇരിക്കും. കുറെ കഴിഞ്ഞ് മരണവേദനയ്ക്ക് സമാനമായ വെപ്രാളത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പെടയുമ്പോൾ ആദ്യമായി തന്റെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച കൺമണിയുടെ ചോരയുടെ മണം മാറാത്ത ശരീരം തന്റെ കൈവെള്ളയിലോട്ട് വീണ് അതിന്റെ നനുനനുത്ത തണുപ്പ് കയ്യിൽ അടിക്കുമ്പോൾ ഈ കാട്ടറബി നോക്കുമ്പോൾ പെണ്ണാണെന്ന് കണ്ടാൽ അവന്റെ രണ്ട് കൈയും അവൻ ഇങ്ങനെ അകത്തും. ആ കുട്ടി അതിന്റെ ഇടയിലൂടെ താഴെ വീഴും. ഭാര്യയെ കൈപിടിച്ചു മാറ്റിയിട്ട് മറുഭാഗത്ത് കൂട്ടിയിരിക്കുന്ന മണ്ണ് വാവിട്ട് നിലവിളിക്കുന്ന ആ പിഞ്ചു പൈതലിന്റെ വായിലോട്ട് വാരിയിട്ടിട്ട് ഈ കാട്ടറബി തന്റെ ഭാര്യയുടെ കൈയും പിടിച്ചിട്ടൊന്നും അറിയാത്തതുപോലെ തിരിച്ചു നടക്കും. ഇത്രയ്ക്ക് ഹൃദയത്തിൽ വെളിച്ചമില്ലായിരുന്ന കാട്ടറബികൾ സ്വന്തം ബീജത്തിൽ പിറന്ന കുഞ്ഞിന്റെ വാപൊളിച്ചുള്ള കരച്ചിൽ കേട്ടാൽ പോലും കാരിനുമ്പിനേക്കാൾ കരുത്തുള്ള ഹൃദയവുമായി കാത്തുനിന്ന ഈ സമൂഹം അവരുടെ മുമ്പിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ കാരിരുമ്പൊക്കെ വെണ്ണ പോലെ മൃദുലമായിട്ടൊടുങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമൂഹത്തെ നന്മയിലോട്ട് കൊണ്ടുവരാൻ, ഈ സമൂഹത്തിന്റെ മുന്നിൽ നന്മയുടെ വെളിപ്പാടോതാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ ഖുർആനിനാണ്. ആ ഖുർആന്റെ വെളിച്ചത്തിലൂടെ, അതാണല്ലോ ഞാൻ ഇന്നലെയും പറഞ്ഞത്, ഇഖ്റഇന്റെ ശബ്ദത്തിലൂടെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് ലോകത്ത് നന്മയുടെ കവാടങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാകുന്നു. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇത്രയും നാളും ദുനിയാവിന് വേണ്ടിയാണ് ജീവിച്ചെങ്കിൽ ഇനി കൂടുതൽ ദുനിയാവിന് വേണ്ടി ഒന്നും ജീവിക്കണ്ട. ഈ ഭൂമിയുടെ ആയുസ് ഏതാണ്ട് തീരാറായി. ഈ ദുനിയാവ് ഏതാണ്ടൊക്കെ തീരാറായി. ഇനിയിപ്പോ കൂടുതൽ ആയുസ്സൊന്നും ഈ ദുനിയാവിനില്ല. ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നത്? ഈ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ എങ്ങനെയാണ് ഒരു രാത്രി നാം കിടന്നുറങ്ങുന്നത്? എന്തേ ഒന്ന് ചിന്തിക്കാത്തത് മനസ്സിരുത്തി? 34 ഡിഗ്രി ചൂട് ഭൂമിയിൽ അടിക്കുമ്പോൾ രാത്രിയിൽ സൂര്യന്റെ പ്രകാശമില്ലല്ലോ ഇല്ല. എന്നിട്ടും ഫാൻ ഇല്ലാതെ, ഫാൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നു? ശരീരം പുഴുങ്ങി ആവിയിലെടുത്ത് വെക്കുകയല്ലേ? എന്തേ മഹിഷറയെ കുറിച്ച് ചിന്തിക്കാത്തത്? ഈ വർദ്ധിച്ചു വരുന്ന ചൂട് ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണെന്ന് ശാസ്ത്രജ്ഞന്മാര് മുന്നറിയിപ്പ് നൽകുകയല്ലേ? 14 നൂറ്റാണ്ടും അള്ളാന്റെ റസൂൽ പറഞ്ഞില്ല, ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളം വഷ്തദ്ദൽ ഹർറു, ചൂട് വർദ്ധിക്കലാണ്. ഇതൊക്കെ കേട്ടിട്ട് ശാസ്ത്രജ്ഞന്മാര് പറയുന്നു, ഈ ഭൂമി ഇനി അടുത്ത കാലത്തോളം കൂടുതലൊന്നും മുമ്പോട്ട് പോവില്ല. ഈ ഭൂമിയുടെ ആയുസ് ഏതാണ്ട് തീരാറായി. ഈ ഭൂമിയിൽ ഇനി താമസിക്കാൻ പറ്റുകയില്ല. ശാസ്ത്രജ്ഞന്മാര് മുഴുവൻ, നാസയടക്കമുള്ള ശാസ്ത്രജ്ഞന്മാര് ഇനി ചന്ദ്രനിൽ പോയി ജീവിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. കാരണം ഭൂമിയിലുള്ള താമസം ഏതാണ്ട് മതിയായി. ഇനി ചന്ദ്രനിലോ ചൊവ്വയിലോ പോയി താമസിക്കാൻ കഴിയുമെങ്കിൽ അവിടെ ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. കാരണം ഈ ഭൂമി അപകടകരമാം വിധം പ്രതികരിക്കാൻ തുടങ്ങി. ഈ ഭൂമി അപകടകരമാം വിധം പ്രതികരിക്കാൻ തുടങ്ങി. കാരണം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ജപ്പാനിലെ സുനാമിയും ഭൂകമ്പവും അടക്കമുള്ള ലോകത്തിന് മുഴുവനും പുതിയ മുന്നറിയിപ്പുകളുമായി പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ ഞാൻ എന്റെ എന്റെ സമൂഹത്തിനോട്, ഒരാണിനോടും പെണ്ണിനോടും ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും മുന്നറിയിപ്പ് നൽകുന്നു. 6-ാം നൂറ്റാണ്ടിലെ കാട്ടാള സമൂഹത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു ഇനി നിങ്ങളെ ഈ ഭൂമിയിൽ കൂടുതൽ കിടത്തി ഉറക്കുകയില്ല. 6-ാം നൂറ്റാണ്ടിലെ ജനതയുടെ ഹൃദയത്തിൽ ഖുർആന്റെ വെളിച്ചം നൽകിയതുപോലെ ഇഖ്റഇന്റെ വെളിച്ചം ഹൃദയത്തിലോട്ടിറക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഇനിയും അധാർമികതയുടെ അധപ്പതനത്തിന്റെ അധമഭാവ തലങ്ങളിലൂടെ കടന്നു പോകാനാണ് ഈ സമൂഹത്തിന്റെ ഇനിയുമുള്ള വ്യഗ്രതയെങ്കിൽ, ഈ ഭൂമിയിൽ വെറുതെ കിടന്ന് ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയെന്ന ആഗ്രഹമാണെങ്കിൽ, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, അല്ലാഹു ഈ ഭൂമിയിൽ നിങ്ങളെ ഇനി കൂടുതൽ കാലം ഉറക്കുകയില്ല. ഈ ഭൂമി നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി കൂടുതൽ കാലം നിശ്ചിതമായി ഇരിക്കുകയില്ല. ഈ ഭൂമി അതിന്റെ തനി സ്വഭാവം കാണിക്കും. ഈ ഭൂമി അതിന്റെ തനി രൂപം കാണിക്കും എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാണെങ്കിലോ 6-ാം നൂറ്റാണ്ടിനേക്കാൾ അതപ്പതിച്ചിരിക്കും, അല്ലേ? 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികള് പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടിയത്, ആ ജനിക്കുന്ന പെങ്കൊച്ചിന് ഭൂമി ഒരു നിമിഷം ഒന്ന് കണ്ണു തുറന്ന് കാണാൻ അവരവസരം കൊടുത്തിരുന്നു 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. നമ്മളാ കുഞ്ഞിനെ വെളിയിലോട്ട് വരാൻ പോലും സമ്മതിക്കാതെ 2-ാം മാസത്തിൽ തന്നെ അബോർഷൻ ചെയ്ത് കൊല്ലുന്നു.
ആരാ മെച്ചം? 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളാണോ മെച്ചം? അതാ നമ്മളാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരായത്തുണ്ട്, സൂറത്തുൽ മുംതഹിന. സ്വർഗം വേണമെങ്കിൽ 6 കാര്യങ്ങൾ ചെയ്യാമെന്ന് പ്രവാചകനോട് പോയി ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞു ഖുർആൻ. അതിൽ ഒരു കാര്യം, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ കൊല്ലൂല എന്നാണ്. കൊന്ന പെണ്ണ് സ്വർഗത്തിൽ പോവില്ല. അത് അന്ന് ജീവനോടെ കുഴിച്ചു മൂടി, ഇന്ന് വയറ്റി വെച്ച് കുഴിച്ചു മൂടി, സ്വർഗത്തിൽ പോവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? 6-ാം നൂറ്റാണ്ടിലെ 6-ാം നൂറ്റാണ്ടിനേക്കാൾ അധപ്പതിച്ച കാലമാണിതെന്ന് ഞാൻ പറയും. കാരണം അബൂജഹലിന് പോലും മനസ്സിന്റെ ഉള്ളിൽ ഒരു മനുഷ്യത്വം ഉണ്ടായിരുന്നു, അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ അബൂജഹലും കൂട്ടരും വീട് വളഞ്ഞു. പാതിരാ സമയത്ത് ഉറക്കം വിളച്ച് അബൂജഹലും കൂട്ടരും വാളും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോ അടുത്ത് നിന്നൊരനിയായി അബൂജഹലിനോട് ചോദിച്ചു, അബൂജഹൽ, എന്തിനാണ് ഈ മുഹമ്മദ് എഴുന്നേക്കുന്നത് വരെ കാത്തു നിൽക്കുന്നത്? ഉറങ്ങിക്കിടക്കുന്ന ആളെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാനല്ലേ എളുപ്പം? അതുകൊണ്ട് നമുക്ക് വീടിന്റെ വാതില് തകർത്തകത്ത് കിടക്കുന്ന മുഹമ്മദിനെ വെട്ടിക്കൊല്ലാം. ആ സമയത്ത് സാക്ഷാൽ അബൂജഹൽ, ആ ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാന്റെ ശാപമുണ്ടാകട്ടെ എന്ന് നിങ്ങൾ പറയുന്ന അതേ അബൂജഹൽ പാതിരാ സമയത്ത് അനിയോയോട് പറഞ്ഞു, ഇല്ല, ഉറങ്ങിക്കിടക്കുന്നവനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലല് അത് മനുഷ്യത്വമല്ല, പാടില്ല എന്ന് അബൂജഹൽ. അബൂജഹലിന്റെ പോലും മനുഷ്യത്വമില്ലാതെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പാതിരാ സമയത്ത് വിശ്വസിച്ചു പോയ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ നിറം മാറുമ്പോ, ഇംഗ്ലീഷ് അക്ഷരമാലകളുടെ ക്രമം മാറുമ്പോ, സംഘടനാപരമായ വ്യത്യാസമുണ്ടാകുമ്പോ, ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോ, പാതിരാ സമയത്ത് പാവപ്പെട്ട ഭാര്യയെയും മക്കളെയും ഇടത്തും വലത്തും കടന്നുറങ്ങുന്ന പാവപ്പെട്ടവന്റെ കുടിലിന്റെ ഓലമറ തകർത്തുകൊണ്ട് കടന്നു കയറിയ പാവപ്പെട്ടവന്റെ കയ്യും കാലും വെട്ടിയെറിഞ്ഞിട്ട് വലിച്ചെറിയുന്ന സാംസ്കാരിക മാഫിയ പ്രവർത്തനങ്ങളുടെ നടുവിൽ 6-ാം നൂറ്റാണ്ടിലെ അബൂജഹലിന്റെ പോലും മനുഷ്യത്വമില്ലാത്തവരായി സാംസ്കാരികമുണ്ട് എന്ന് പറയുന്ന നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ അവസ്ഥകൾ മാറിപ്പോയിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് 6-ാം നൂറ്റാണ്ട് കട്ടതിനേക്കാളേറെ ഏറ്റവും വലിയ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ലോകത്തിന്റെ മുമ്പിൽ സമൂഹമായി കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? ഖുർആന്റെ വെളിച്ചം നിങ്ങളിലോട്ട് കടക്കാതിരുന്നാൽ വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ, വളരെ ലഘുവായ ശിക്ഷകൾ കൊണ്ട് ലോക സമൂഹമേ നിങ്ങളെ ഞാൻ പരീക്ഷിക്കുകയാണ്. ദൂനൽ അദാബിൽ അക്ബരി, വലിയ വലിയ അദാബുകൾ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ശിക്ഷകൾ നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. എന്തിനെന്നറിയുമോ? ലഅല്ലഹും യർജിഊൻ, അത് നിങ്ങൾ മടങ്ങി വരാൻ വേണ്ടിയാണ്, പടച്ച റബ്ബിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങാൻ വേണ്ടിയാ. ലോക വികസിത രാഷ്ട്രങ്ങളുടെ ശ്രേണിയിലോട്ട് കുതിച്ചു കടന്നു പോയ ജപ്പാന്റെ അവസ്ഥ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒന്ന് ചിന്തിക്കണേ. ഒരു സുനാമി ഒന്നടിച്ചു വീശിയപ്പോ, അതേ സമയത്ത് ഭൂമി ഒന്ന് പ്രകമ്പനം കൊണ്ടപ്പോ ഈ ഭൂമി പ്രകമ്പനം കൊള്ളാതിരിക്കുകയില്ല. കാരണം ഒരു ഇണങ്ങിയ മൃഗത്തെ പോലെയാണ് ഭൂമി എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, ഈ ഭൂമിയെ ഞാൻ ഒരു ഇണങ്ങിയ മൃഗത്തെ പോലെ നിങ്ങൾക്ക് ഇണക്കി തന്നിരിക്കുകയാ. ആ മൃഗത്തിന്റെ കടിഞ്ഞാൺ എപ്പോഴാണോ കൈവിട്ടു പോവുക, ഒരു മൃഗത്തിന്റെ മൂക്ക് കയർ എപ്പോഴാണോ പൊട്ടുക, ആ സമയത്ത് മൃഗം വല്ലാതെ പൊട്ടിച്ചാടുന്നത് പോലെ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇണങ്ങിയ മൃഗത്തെ പോലെ തന്ന ഈ ഭൂമി, ആ ഭൂമിയുടെ കടിഞ്ഞാണൊന്ന് വിട്ടുപോയാൽ, എന്റെ സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച ദിവസം അന്ന് ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയ ഞാനന്ന് മദീനത്തിരിക്കുമ്പോഴാണ് വാർത്ത കേൾക്കുന്നത്. ഒരു വെള്ളിയാഴ്ച 12 മണി വരെ ജപ്പാൻ എന്ന് പറയുന്ന വികസിത രാഷ്ട്രങ്ങളിൽ നടന്നു പോകുന്ന ജപ്പാൻ ഒരു പ്രശ്നമില്ല. അതേ സമയം വരെ ജപ്പാനിലേക്ക് കടലിന്റെ തിരമാലകൾ വരുന്നുണ്ട്. ആ തിരമാല വന്നതുപോലെ തിരിച്ചു പോകുന്നുണ്ട്. അള്ളാഹു തന്നെ പറഞ്ഞതുപോലെ തിരമാലകളെ കരയിലേക്ക് തലതല്ലി തിരിച്ചു പോകുമ്പോ ആ തിരമാല എപ്പോഴും തിരമാലകൾക്കൊരാഗ്രഹമുണ്ട്. ആ ആഗ്രഹം മറ്റൊന്നുമല്ല, കരയെ നക്കി തുടയ്ക്കാനാണ്. കരയെ നക്കി
തുടയ്ക്കാനാണ് ആഗ്രഹം. ആ തിരമാല വല്ലാത്ത ശക്തിയോടെ ആഞ്ഞടിച്ച് കരയിലോട്ട് വരുമ്പോ ആ തിരമാലയുടെ തമ്പുരാൻ പറയും, വേണ്ട വേണ്ട കടൽ തീരങ്ങളെ, തിരമാലകളെ തിരിച്ചു വരിക. ആ തിരമാലകൾ അതേപടി തിരിച്ചു പോകും. ഒരു വെള്ളിയാഴ്ച ദിവസം നട്ടുച്ച നേരമായപ്പോ ജപ്പാനിലെ തിരമാലകൾ ആഞ്ഞടിച്ചു. എന്തുകൊണ്ടോ റബ്ബ് തിരിച്ചു വിളിച്ചില്ല. ആ തിരമാലകൾ ഒരു പണം നടത്തിയ സർപ്പം പോലെ ആഞ്ഞടിച്ചപ്പോ സഹോദരങ്ങളെ, 10,000-കണക്കിന് ആളുകൾ ഈ ആമ്പാറ്റകളെ പോലെ ഒരുങ്ങി നിൽക്കുമ്പോ ജപ്പാനിലെ ഒരു വീട്ടമ്മയുടെ വാക്കുകളെ കടമെടുത്താൽ, ഉച്ചയ്ക്ക് ഞാൻ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പൊന്നുമക്കളെ വിളിച്ചു. അവർ വിശക്കുന്ന വയറോടെ എന്റെ അടുക്കൽ വന്നു. അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാൻ വിളമ്പി വെച്ചു. എന്റെ മക്കളുടെ മുമ്പിൽ വിളക്കി വെച്ച ഭക്ഷണം അവർക്ക് വാരി ഞാൻ കയ്യിലെടുത്തതാണ്. അതവരുടെ ചുണ്ടിലേക്ക് വെക്കാൻ എന്റെ കുഞ്ഞുങ്ങൾ വായും പിളന്ന് എന്റെ കയ്യിലെ ഭക്ഷണത്തിലോട്ട് നോക്കുമ്പോ എവിടെ നിന്നോ ഒരാരവം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എന്റെ മുമ്പിൽ വായും പിളർന്നിരുന്ന എന്റെ മക്കളെ കാണാനില്ല. എന്റെ മക്കളെവിടെ പോയി? എന്റെ മക്കളെ കാണുന്നില്ല. അവരുടെ പിളർക്കപ്പെട്ട വായിലോട്ട് വെക്കാൻ ഞാൻ എടുത്തു വെച്ച ഭക്ഷണം എന്റെ കൈക്കുമ്പിലെപ്പോഴും ഇരിക്കുകയാണ്. ഒരു നിമിഷം കൂടി കഴിയുമ്പോ ഞാൻ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുകയാണ്. അവര് പറയുന്നു, ഇന്ന് 11 ദിവസമായി ഭക്ഷണം തിന്നാൻ വാവിളന്ന എന്റെ പൊന്നുമക്കളെ ഇതേവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവരെവിടെ പോയെന്ന് എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹു പറഞ്ഞ തിരമാല ഒന്ന് തിരിച്ചു വരാതിരുന്നപ്പോ എങ്ങനെയാ വേളാവൂരുകാരെ നമ്മൾ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുക? കനിയാപുരത്ത് കടൽ തീരത്ത് ചെന്നാൽ അറബിക്കടലിന്റെ തിരമാല ഇപ്പോഴും ആഞ്ഞടിക്കുകയാണ്. ആ തിരമാല കടന്നു വരികയാണ്. അള്ളാഹു തിരിച്ചു വിളിക്കുകയാണ്. തിരമാല വന്നതുപോലെ തിരിച്ചു പോകുന്നു. വീണ്ടും വന്നടിക്കുന്ന കടപ്പുറത്തേക്ക് അല്ല പറഞ്ഞു, തിരമാലകളെ തിരിച്ചു വരിക. ആ സമയത്ത് ഒരു ദിവസം റബ്ബെങ്ങാനും തിരിച്ചു വിളിക്കാതിരുന്ന ആ തിരമാലകളെങ്ങാനും ഈ സമൂഹത്തിലോട്ട് കടന്നു വന്ന ഇങ്ങനെ ഒരു ലോകം ഇവിടെ ഉണ്ടാകുമോ? നമ്മൾ കെട്ടിപ്പൊക്കിയ വീടുകൾ ഉണ്ടാകുമോ? ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായപ്പോ വിദേശ രാജ്യക്കാര് മുഴുവനും നിലവിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടി. പക്ഷെ ഒരു ജപ്പാൻകാരൻ പോലും വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയില്ല. കാരണം അതേവരെ അവര് ധരിച്ചിരുന്നത് അവരുടെ വീടുകൾക്ക് ഭൂകമ്പത്തെ ചെറുക്കാനുള്ള ശക്തി ഉണ്ടെന്നായിരുന്നു. അവര് പറഞ്ഞ്, ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകൾ ജപ്പാനിൽ എപ്പോഴും ചെറിയ ചെറിയ ഭൂകമ്പം ഉണ്ടാകാറുണ്ട്. അവരാരും വെളിയിലോട്ടിറങ്ങിയില്ല. അവരുടെ വീടുകൾക്ക് ഭൂകമ്പത്തെ തകർക്കാനുള്ള ചെറുക്കാനുള്ള ശേഷിയുണ്ടെന്ന. പക്ഷേ ഭസ്മം പോലെ തകർന്നടിഞ്ഞപ്പോ സഹോദരങ്ങളെ ഒരു പ്രതിരോധവും അല്ലാഹുവിന്റെ മുമ്പിൽ വില പോവുകയില്ല. ജപ്പാൻകാര് പൊതുവെ പൊക്കം കുറഞ്ഞവരാ. പക്ഷെ ഈത്തപ്പന മരത്തേക്കാൾ വലിപ്പമുണ്ടായിരുന്ന സമൂത് ഗോത്രം വീടുണ്ടാക്കിയത് പാറകളുടെ ഉള്ളിലല്ലേ. അതൊരൊറ്റ ഇടിമുഴക്കം കൊണ്ട് നശിപ്പിക്കാൻ നിന്റെ റബ്ബിന് കഴിവുണ്ടെങ്കിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ലിമാദില്ലതി ലം യുഖ്ലഖ മിഥലുഹാ ഫിൽ ബിലാദ് വതമൂദ الذين جابوا الصخر بالواد. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപ്പാനിലെ സുനാമിയും തിരമാലകളും ആഞ്ഞെടുക്കുമ്പോ ഒരൊറ്റ നിമിഷം കൊണ്ട് 10,000 തകർത്തെറിയുമ്പോ 9.8 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പം ജപ്പാനിൽ ഉണ്ടായപ്പോ അത് മുഴുവനും തകർന്നടിഞ്ഞു പോയെങ്കിൽ കേരളത്തിൽ ഇതേവരെ ഉണ്ടായ ഭൂകമ്പം ഏറ്റവും കൂടിയത് 5.6 ആണ്. അതിന്റെ മുകളിലേക്ക് ഈ ഭൂമി കുലുങ്ങിയിട്ടില്ല. മാത്രമല്ല, കേരളത്തിന്റെ ഒരു കെട്ടിടത്തിനും ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല. പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോകുമെങ്കിൽ എന്തേ ജപ്പാനിലെ സുനാമി, ജപ്പാനിലെ ഭൂകമ്പം ഈ ഭൂമിയിലോട്ട് വരികയില്ലേ? നാം ജീവിക്കുന്ന ഈ ഭൂമിയെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുകയില്ല. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേൾക്കുക. എപ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്? എപ്പോഴാണ് സുനാമി ആഞ്ഞടിക്കുന്നത്? പ്രകൃതി ദുരന്തങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേൾക്കുക. ഇദാ ലഹറ ഫീ ഖൗമിനിൽ ഫാഹിഷ
അഹല്ലല്ലാഹു ബിഅൻഫുസിഹിം അദാബാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, ഇദാ ലഹറ ഫീ ഖൗമിനിൽ ഫാഹിഷ, ഏതെങ്കിലും ഒരു സമൂഹത്തില് അശ്ലീലതകൾ നിറമാടിയാൽ, ഇദാ ലഹറ ഫീ ഖൗമിനിൽ ഫാഹിഷ, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ, അഹല്ലല്ലാഹു ബിഅൻഫുസിഹിം അദാബാ, ആ സമൂഹത്തെ അല്ലാഹു ശിക്ഷകൾക്ക് വിധേയമാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ